ഞാനിത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പെർഫ്യൂം പരിചയപ്പെടുത്തുന്നത്. പെർഫ്യൂം റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ ഒരു സുഹൃത്ത്, സബ്സ്ക്രൈബർ ആയിട്ടുള്ള അബ്ബാസ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ ഒരു പെർഫ്യൂം നിങ്ങൾ റിവ്യൂ ചെയ്യണം. അവൻ ട്രൈ ചെയ്തു, ഭയങ്കര പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെയാണ് അതിന്റെ മണവും ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു യുണീക് പെർഫ്യൂം ആണ്, ക്വാളിറ്റി സാധനമാണെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് എന്നാ പിന്നെ വാങ്ങണമല്ലോ, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, ഈ ഒരു സാധനത്തെ കുറിച്ച് എനിക്ക് അറിവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അപ്പൊ ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ട്, നല്ല ക്വാളിറ്റി സ്മെല്ലാണെന്ന് പറയുന്നത്, നീഷ് ക്വാളിറ്റി ലെവൽ സ്മെല്ലാണെന്നൊക്കെയാണ് പറയുന്നത്. പോരാത്തതിന് എക്സ്ട്രാ ഡേ പെർഫ്യൂം. ഇത്രയും മതി എനിക്ക് ഇത് ട്രിഗർ ചെയ്യാനായിട്ട്. ഞാനത് ഓർഡർ ചെയ്ത് കുറേ പെർഫ്യൂം വന്നു, അതിലൂടെ ഇതും വന്നു. ഇത് അടിക്കണോ വേണ്ടയോ, കാരണം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ലൊക്കേഷൻ വരുമ്പോൾ ട്രൈ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാനിത് വാങ്ങി വെച്ചത്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റ് കാണാനുണ്ടായിരുന്നു. വേറൊന്നുമില്ല, എന്റെ കയ്യിൽ ഒരു സ്ട്രെച്ച് മാർക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ട്രെച്ച് മാർക്ക് ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 6 തവണ അത് ചെയ്താൽ അത് മാറും. അപ്പൊ 4ാമത്തെ സെഷൻ ഇന്നലെ ആയിരുന്നു. അപ്പൊ 11 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് പറഞ്ഞത്. ഞാനൊരു 10:30 തന്നെ കുളിച്ച് ഒരുങ്ങി. അപ്പൊ ഏതെടുത്ത് അടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പൊ കുറെ പെർഫ്യൂം ഇരിപ്പുള്ളത് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഈ സാധനം എന്റെ കണ്ണിൽ പെട്ടു. ഈ ഒരു മഞ്ഞ കളറും ഒക്കെ കൊള്ളാം, ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് കരുതി ഞാനൊരു 8 സ്പ്രേവിനെ അടിച്ചു. സത്യം പറയാലോ, അടിപൊളി പെർഫ്യൂം ആട്ടത്. ഇട്ടിലും പെർഫ്യൂം അടിപൊളി സാധനം. പിന്നെ ഞാനൊരു 8 സ്പ്രേ അടിച്ചു. അതിന്റെ കൂടെ ഞാൻ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എർബാപുര ഇതും ഒരു 6-7 ഇതും അടിച്ചു. ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിച്ചു. ഇതിന് ലോങ്ജിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരെണ്ണം വലത്തെ കയ്യിൽ ഈ ഭാഗത്ത് അടിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു 6-8 സ്പ്രേ, 8 ഇത്, 8 സ്വിസ് അറേബ്യന്റെ ഇതും 6 എർബാപുര ഗോൾഡ് ഞാൻ അടിച്ചു. അടിച്ചത് ഗംഭീരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത പോലെ, രണ്ടും കൂടി ചേരുമ്പോൾ ഒരു മണം. അബ്സല്യൂട്ട് നോസ് ഗാസം എന്ന് പറയുന്ന പോലെ. വേറെ ലെവല് സാധനം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളത് ട്രൈ ചെയ്യണം കേട്ടോ. ഞാനത് എഴുതി വെച്ച് പറയാൻ, നിങ്ങൾ അത് ട്രൈ ചെയ്തേ പറ്റും. ഈ രണ്ടും കൂടി മിക്സ് അടിച്ചേ പറ്റും. ഓക്കെ, എന്തെങ്കിലും ആവട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കാറിൽ കയറി. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ അപ്പുറമാണ് ഈ ക്ലിനിക്ക്. കാറിൽ കയറി ഒരു 5-6 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഒരു 10-11 മണിക്ക് ചെന്നപ്പോൾ ഞാൻ ചെന്ന്, അപ്പോൾ കയ്യില് ഈ ലേസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമ്പിങ് ക്രീം, എന്തൊരു ക്രീം തേക്കണം. അപ്പൊ 2 കയ്യിലും അത് തേച്ചു ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്നെ ഒരു മുറിയിൽ ഇരുത്തി AC ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. കയ്യിൽ ഈ നമ്പിങ് ക്രീമൊക്കെ ഇട്ട് നഴ്സുമാർക്ക് ഇട്ട് തന്ന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഓക്കെ ശരി, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ തവണ നമ്മൾ ഇത്ര പോയിന്റിലാണ് ചെയ്തത്, ഇന്ന് ഇത്ര പോയിന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് പറയുന്ന കൂട്ടത്തിൽ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു നേഴ്സ് എന്നിട്ട് പറഞ്ഞു, അപ്പുറത്തെ മുറിയിൽ ഭയങ്കര മണം വരുന്നു, എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും വെച്ചോ, എന്തെങ്കിലും വാങ്ങിയോ, അല്ലെങ്കിൽ സ്പ്രേ അടിച്ചോ. അപ്പൊ ഞാനും മിണ്ടായിരുന്നു. മനസ്സിൽ ഭയങ്കര സന്തോഷം, നമുക്കത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാമല്ലോ. സന്തോഷം കൊണ്ട് മനസ്സുണ്ടായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പ്രൊസീജിയർ തുടങ്ങിയ സമയത്ത് ഡോക്ടർ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ 3-4 തവണ ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ആ സ്റ്റാഫൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു സഹകരണമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പറഞ്ഞു, ഈ പണമാണല്ലോ പുള്ളിക്കാരി പറഞ്ഞത്, കൊള്ളാം കേട്ടോ, ഏത് പെർഫ്യൂം അത്. അപ്പൊ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം ഒന്ന് എർബാപുര ഗോൾഡും പിന്നെ ഒന്ന് ഈ സിസ്റ്ററിന്റെ കാസബ്ലാങ്ക്. ഇപ്പൊ ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിച്ചെന്നോ, ഏത് പെർഫ്യൂമിന്റെ പേര് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു യുണീക് പെർഫ്യൂം ആണ്. ആണല്ലേ, അയ്യോ, ആ ക്യാബിന് മുഴുവൻ ആ മണമാണ്. 3-4 പേര് ചോദിച്ചു. അങ്ങനെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഡോക്ടർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10-30 മിനിറ്റ് കൊണ്ട് 2 കയ്യിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ കയ്യില് ഈ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഐസ് പാക്ക് വെച്ചൊന്ന് മരവിപ്പിക്കും, ഒന്ന് തണുപ്പിച്ച് ശരീരത്തിൽ അവർ എരിച്ചിലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഐസ് പാക്ക് വെക്കാറുണ്ട്. അപ്പൊ ഐസ് പാക്ക് വെക്കുന്ന സമയത്ത് ഡോക്ടർ പോയി 2 നേഴ്സ് ഇടവും വലവുണ്ട്. അങ്ങനെ ഞാൻ കണ്ണിൽ മാസ്ക് ഇട്ട് കിടത്തിയിരിക്കുകയാണ്. അപ്പൊ കയ്യിൽ ഇത് ഐസ് പാക്ക് വെച്ചിരുന്ന സമയത്ത് എന്റെ അടുത്ത് ഈ ഇടവും വലവും നിൽക്കുന്നൊരു പറയാണ്, ഇത് ഭയങ്കര മണമാണ് കേട്ടോ, ഇത് ഏത് പെർഫ്യൂം, വില കൂടിയ പെർഫ്യൂം ആയിരിക്കും അല്ലേ, ഫോറിൻ പെർഫ്യൂമാ. ഞാൻ പറഞ്ഞു, അപ്പം നമുക്കറിയാം ഒരു ഫോറിൻ പെർഫ്യൂം എന്ന് പറയുന്നത് വില കൂടിയ പെർഫ്യൂം ആയിരിക്കണം അങ്ങനെ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ അതെ. അയ്യോ ഭയങ്കര മണം, നല്ല മണം കേട്ടോ. അവിടെ മുഴുവനാണ്. സാർ അവിടെ നിന്ന് പോയിട്ട് ഇവിടെ വന്നപ്പോഴും ആ മുറിയിൽ ഇപ്പോഴും മണമുണ്ട്. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചട്ടായി. അപ്പൊ തന്നെ റിവ്യൂ ചെയ്യണമെന്നൊരു ചിന്ത. ഇറങ്ങാൻ നേരപ്പോ എന്റെ അടുത്ത് ഈ വൈഫൈയുടെ പാസ്വേഡ് ഒരു പേപ്പർ എഴുതി തന്നായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഉപയോഗിക്കുന്ന ഈ അടിച്ചിരിക്കുന്ന പെർഫ്യൂമിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, പേപ്പറിൽ ഞാൻ പറഞ്ഞു 2 പെർഫ്യൂം ചേർത്ത് അടിക്കുന്നത്, അങ്ങനെ അടിക്കാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു അടിക്കാൻ പറ്റും. ഇതിന്റെ വിലയും പറയാൻ പറഞ്ഞു. വില പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരാളുടെ സാലറിയുടെ എത്ര ഉണ്ടെന്ന് പറഞ്ഞു. സ്വിസ് അറേബ്യൻ ഏകദേശം ഇതിനൊരു 5000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. എർബാപുര ഗോൾഡിന് ഏകദേശം 23,000. ഈ 2 എമൗണ്ട് ഇട്ട് കൊടുത്തപ്പോൾ ഈ പാവം ഈ സിസ്റ്റേഴ്സിന്റെ നഴ്സുമാരുടെ സാലറി എബോ ആണത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്റെ അടുത്ത് എപ്പോഴും സാർ ഒരു റിവ്യൂ ഇടണമെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 25,000 രൂപ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇതെന്തായാലും ഈ 5000 രൂപയ്ക്ക് ഇതെന്തായാലും ഞാൻ വാങ്ങിയിരിക്കും. അടുത്ത സാലറിയിൽ ഉറപ്പായിട്ട് ഞാൻ വാങ്ങിയിരിക്കും. ഇപ്രാവശ്യത്തെ സാലറിയിൽ 10% എന്തൊക്കെ കട്ട് ചെയ്തു, അതിൽ നിന്ന് വീണ്ടും കട്ട് ചെയ്തു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത തവണ ഈ ഒരു പെർഫ്യൂം ഞാൻ ഉറപ്പായിട്ട് വാങ്ങും. അപ്പൊ ഞാൻ അതിന്റെ ഫുൾ പേര് തന്നെ ഇത് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു അടുത്ത മാസം ഇത്രാം തീയതി വരണം, ഈ മാസം അവസാനം 28-ാം തീയതി വരണം. ഓക്കെ ശരി. അവിടെ നിന്ന് സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ ചെന്ന് കാർ പാർക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ചെയ്ത ഡോക്ടർ അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാർ ചോദിച്ചു,
ആ പെർഫ്യൂമിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളിൽ ചെന്നാൽ മതി, കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് പേപ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. കാറിൽ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ചിന്ത പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ സാധനം രണ്ടും എനിക്ക് റിവ്യൂ ചെയ്തേ പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ സാധനം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫ്യൂം. സിസ്വറേബിന് ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ള ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും ഡിസ്കവർ ചെയ്യാൻ കുറെ ഉണ്ട്. ഇപ്പൊ ഇൻസെൻസ് 01 നമ്മൾ ട്രൈ ചെയ്തു, ഇതിലായിരുന്നു. ഇത് ഒരു രക്ഷയില്ല, ഇല്ല വേണം. ഇനി ഇത് ഇത്ര എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷം. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു പെർഫ്യൂം വാങ്ങി അടിച്ചിട്ട് അതിനൊരു അർത്ഥം കിട്ടുന്നത് മറ്റൊരാൾ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ്. അതും ഒരു ദിവസം തന്നെ 4 പേര് കോംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ വൺസിന്റെ വയലിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാം. അതും പേപ്പറിൽ എഴുതി കൊടുക്കേണ്ട അവസ്ഥ. പണ്ടൊരിക്കലും ടെറയുടെ ഹെർമസിലാണ് ഇത് സംഭവിച്ചത്. അതിനുശേഷം ഈ 2 സാധനം ചേർത്തപ്പോൾ എനിക്ക് കിട്ടി. ഇനി പെർഫ്യൂമിനെ കുറിച്ച് പറയാം. ഇത് കാസബ്ലാങ്ക എനിക്ക് സ്ഥലമാണെന്ന് തോന്നുന്നു. ആ പേരിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണത്. അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. കൊള്ളാം. പക്ഷെ ബോക്സിന്റെ തീം രസമുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള കാർബോർഡാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നീഷ് ലെവൽ പാക്കേജിങ് സിസ്റ്ററേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറബിക് പെർഫ്യൂമും അല്ല, 100-110% പരിശുദ്ധമായ ഫ്രഞ്ച് പെർഫ്യൂം എന്ന് പറയും. അതാണ് ഇതിന്റെ വർക്ക്. എക്സ്ട്രേറ്റഡ് പെർഫ്യൂമാണ്, ഓയിൽ കോൺസെൻട്രേഷൻ വരുന്നത്. നമ്മുടെ സിസ്റ്ററേബിൾ എന്നുള്ള ലോഗോ കാണാം. പറയണമെന്നില്ല. ഇങ്ങനെയാണ് ബോട്ടിൽ ഇരിക്കുന്നത്. ബോട്ടിലിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. 5000 രൂപയ്ക്ക് വാങ്ങുന്നതിനേക്കാൾ ഒരു 10-15,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിന്റെ ക്വാളിറ്റി ബോട്ടിലുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ലെൻസ് പോലുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള, കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നത്, നമ്മുടെ കൈപ്പത്തിയിൽ പിടിച്ചാൽ ഒതുങ്ങിയിരിക്കുന്ന കൂട്ട് നല്ലൊരു ഡിസൈൻ, കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈൻ. ഇവിടെ മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും ചീപ്പല്ല. എല്ലാം ക്യാപ്പ് ആണെങ്കിൽ പോലും മെറ്റൽ ക്യാപ്പാണ്. ഇവിടെ സ്വിസ് അറേബ്യയുടെ ലോഗോ കാണാം. വേറൊന്നുമില്ല. ക്യാപ്പ് നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചു പൊക്കാൻ നോക്കരുത്. എനിക്ക് അബേർക്രോംബിയുടെ ഒക്കെ ഒരു ബോട്ടിൽ ഡിസൈൻ പോലെയൊക്കെ തോന്നി. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ നോട്ടും കാര്യങ്ങളും. ഇതിന്റെ നോട്ടും ഭയങ്കര യൂണീക്ക് ആട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ടോപ്പ് നോട്ട് ഞാനിപ്പോൾ അടിച്ചിട്ടില്ല, പക്ഷെ മണം വരാൻ തുടങ്ങി. ഞാൻ ഒരു സ്പ്രേ ചെയ്തില്ല. അപ്പൊ കണ്ടില്ലേ, ഞാനിപ്പോ ജസ്റ്റ് തുറന്നേ ഉള്ളൂ, മണം വരാൻ തുടങ്ങി. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ മെയിൻ അക്കോർഡായിട്ട് വരുന്നത് ഫ്രൂട്ടി, വാനില, പൗഡറി, സ്വീറ്റ്, മസ്കി, ആംബർ, ഫ്രഷ്, ഗ്രീൻ. പൊന്നു മക്കൾ, ഇത്രയും സാധനം മതി നമ്മളെ കൊണ്ട് ഈ സാധനം വാങ്ങിപ്പിക്കാൻ. പേര് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. ഒരു പെർഫ്യൂമറുടെ പേര് ഇസബൽ ഗിൽ ത്രൂയിലോ എന്നുള്ള പെർഫ്യൂമറാണ് പേര്. അതിന്റെ പേര് അങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ അവരാണ് അതിന്റെ പെർഫ്യൂമർ. ഇനി ഇതിന്റെ ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത് ഗ്രേപ്സ്, മുന്തിരി. പെർഫ്യൂമിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ടിട്ടില്ല മുന്തിരിയുടെ നോട്ട്. മുന്തിരിയുടെ നോട്ട് വളരെ അപൂർവമാണ്. വളരെ വളരെ അപൂർവമായിട്ടാണ് മുന്തിരിയുടെ മണം വരുന്നത്. അത് ചുമന്ന മുന്തിരി. പച്ചമുന്തിരി കാണാറുണ്ട്, പക്ഷെ ചുമന്ന തുടുത്ത പഴുത്ത മുന്തിരിയുടെ മണം, അതും ആപ്പിളിന്റെ മണം. പിന്നെ പച്ചുപുളിയും ഓറിസ് എന്ന് പറഞ്ഞാൽ ഐറിസ് തന്നെയാണ്, അതിന് ഓറിസ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നത് വാനില, മസ്ക്, ആംബർ, ബാൽസമിക് നോട്ട്. ഇത്രയാണ് നോട്ട് വരുന്നത്. ഇതിന് നിങ്ങൾ മാസറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ഇത് പോട്ടന്റ്, വളരെ സ്ട്രോങ് ആണ്. സ്പ്രെയർ, നല്ല സ്പ്രെയർ. നിങ്ങളുടെ ജ്യൂസ് പാഴാക്കുന്നില്ല. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നിങ്ങൾക്ക് മുന്തിരിയുടെ മണം കിട്ടും. ചുമന്ന മുന്തിരിയുടെ മണവും ഗ്രീൻ ആപ്പിളിന്റെ മണവും. മുന്തിരിയും ആപ്പിളും ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രൂട്ടി സ്വീറ്റ്. ഭയങ്കര സ്വീറ്റ്. അത് ഭയങ്കര സ്വീറ്റ്, അടിപൊളി സ്വീറ്റ്. അതായത് ഒരു വൃത്തികെട്ട സ്വീറ്റ് അല്ല, ഒരു നീഷ് ക്വാളിറ്റി സ്വീറ്റ്. നിങ്ങളിതൊരു 5000 രൂപയ്ക്ക് ഈ പെർഫ്യൂം അടിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് തോന്നുന്നത് എത്രയോ വില കൂടി ഒരു 10-15,000 രൂപയുടെ പെർഫ്യൂമാണ് ട്രൈ ചെയ്തതെന്ന് മറുവശത്ത് നിൽക്കുന്ന ആൾക്ക് തോന്നും, ചിന്തിപ്പിക്കും. അതുകൊണ്ടാണ് എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയത്. അത് ഇത് മാത്രമല്ല കേട്ടോ, നമ്മോട് ചേർത്തിട്ടാ. അതുപോലെ കാര്യം. അപ്പം മുന്തിരിയും ഗ്രീൻ ആപ്പിളിന്റെയും ഒരു ഫ്രൂട്ടി സ്വീറ്റ് ആയിട്ടുള്ള നോക്ക്. മുന്തിരിയാണ് നമുക്ക് ആദ്യം ഒരുപാട് കിട്ടുക. ഈ മുന്തിരിയുടെ മണം അറിയാലോ, അതൊരു പ്രത്യേകതരം ഗ്രേപ്സിന്റെ മണം. അതൊരു അഡിക്റ്റീവ് ആയിട്ടുള്ള മണം. വളരെ സെക്ഷുവലി അല്ലെങ്കിൽ സെക്സി, സെഡക്റ്റീവ്, സെഡ്യൂസ് ചെയ്യുന്ന മണമാണ് ഈ ഗ്രേപ്സിന്റെ സ്മെല്ല്. സ്വീറ്റ് ഗ്രേപ്സ്. ഈ ഗ്രേപ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വൈനിന്റെ മണമല്ല, ഈ മുന്തിരി ചാറിന്റെ മണമാണ്. നമ്മൾ വീട്ടില് മുന്തിരി ജ്യൂസ് അടിക്കില്ലേ, മുന്തിരി വെള്ളത്തിലിട്ട് ആവി കയറ്റി പുഴുങ്ങിയിട്ട് പിന്നീട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്യുവർ ഗ്രേപ്സിന്റെ സ്മെല്ലില്ലേ. എനിക്ക് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടപ്പോൾ മുതൽ വൈനോടുള്ള ആക്രാന്തം കൂടുതൽ. പലർക്കും അങ്ങനെ ആയിരിക്കണം. ഗെയിം ഓഫ് ത്രോൺസിനകത്ത് മിക്കവാറും എല്ലാ എപ്പിസോഡിലും ഈ വൈൻ കുടിക്കുന്ന സീനുണ്ട്. അപ്പൊ അതില് ആ ഒരു സ്വീറ്റ് വൈനൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, സ്വീറ്റ് വൈൻ. പക്ഷെ അതിനകത്ത് ഒരു ബൂസി നോട്ടോ ആൽക്കഹോൾ നോട്ടോ സ്പിരിറ്റിന്റെ നോട്ടോ അല്ലെങ്കിൽ അടിക്കുമ്പോൾ വരുമ്പോൾ കിക്കാവുന്ന നോട്ടോ ഒന്നുമില്ല. 100% ഗ്രേപ്പ് ജ്യൂസിന്റെ സ്മെല്ല്. അതോടൊപ്പം തന്നെ ഗ്രീൻ ആപ്പിൾ. ഈ രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന മണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളരെ എമ്മി സ്വീറ്റ് ആയിട്ടുള്ള നോട്ട്. ഇതിന്റെ കൂടെ വരുന്നതാണ്. ഇതൊന്നും പോരാത്തതിന് അതിന്റെ കൂടെ ഈ കാരമൽ നോട്ട് ചേർത്തുണ്ട്. കാരമൽ
അല്ല ബട്ടർ സ്കോച്ച് കാരമൽ. നോക്ക്, ഗ്രീൻ ആപ്പിൾ, ഗ്രേപ്സ്, കാരമൽ, വാനില, 4 നോട്ടിന്റെ കളിയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വരും. ഈ 4 നോട്ട് മതി ഒരാളെ ഫ്ലാറ്റ് ആക്കാൻ. ഇതിന്റെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ വാനിലയും മുന്തിരിയും മാത്രമാവും. മുന്തിരി കൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയുള്ള ഒരു മണം, അതാണ് ഡ്രൈ ഡോണിൽ വരുന്ന മണം. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ബട്ടറി സ്മൂത്ത് റിച്ച് ആയിട്ടുള്ള ഒരു കൊഴുത്ത മണം ഡ്രൈ ഡോണിൽ. നല്ലൊരു മിൽക്കി സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഡ്രൈ ഡോണിൽ വരുന്ന ഒരു ക്യാൻഡി സ്വീറ്റ്. വൈറ്റ് ചോക്ലേറ്റ് പോലുള്ള ഒരു വൈറ്റ് ഗ്രേപ്സ്, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്കി, വാനില, ടോങ്കാബീൻ പോലത്തെ ഒരു മണം ഡ്രൈ ഡോണിൽ. ഇതാണ് ഇതിന്റെ മണം. പിന്നെ ബട്ടർ സ്കോച്ചിന്റെ സ്മെല്ല് മിഡിൽ നോട്ടിലും ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന് വരുന്ന മണമാണ് ഈ ഒരു പെർഫ്യൂം. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം, അതിൽ ഒരു സംശയമില്ല. ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. ക്വാളിറ്റി പെർഫ്യൂമാണ്, അതിൽ ഒരു തർക്കമില്ല. ഇതിന്റെ ലോങ്ജിവിറ്റി 10-12 മണിക്കൂർ നേരം നിൽക്കും. എക്സ്ട്രേറ്റ് ആണ്, 10-12 മണിക്കൂർ നേരം. പിറ്റേ ദിവസം എന്റെ ഷർട്ടിൽ നിന്ന് മണം വരുന്നു. ഇന്നും ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷർട്ട് ചുമ്മാ നിർത്തുള്ളൂ, അവിടെ നിന്ന് ഇപ്പോഴും മണം വരുന്നുണ്ട് അത്യാവശ്യം. ഇപ്പൊ ലോങ്ജിവിറ്റി, ഹെവി ലോങ്ജിവിറ്റി ഉണ്ട്. പ്രൊജക്ഷൻ, ലോങ്ജിവിറ്റിയേക്കാൾ ഉപരി പ്രൊജക്ഷനും ഉണ്ട്. 4 മണിക്കൂറൊക്കെ തന്നെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. 2 കൂടി മിക്സ് ചെയ്തോണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ 4 മണിക്കൂർ നന്നായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ, ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം, ഒരു കാലാവസ്ഥയിൽ ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം. ഓഫീസിൽ യൂസ് ചെയ്യാം, പാർട്ടിയിലും ക്ലബിങ്ങിനൊക്കെ ഇവ മതി, വേറെ ഒന്നും വേണ്ട, വേറെ പെർഫ്യൂം വേണ്ട, ഈ ഒറ്റ പെർഫ്യൂം മതി. ഇത് 2 കൂടി അടിച്ചാൽ മാരകമായിരിക്കും. വധം, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെല്ലാം ഞെട്ടിപ്പിക്കുന്ന ടൈപ്പ് മണമായിട്ട് മാറി. 2 കൂടി മിക്സ് അടിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഉള്ളവർ ഇതും കൂടെ വാങ്ങുക. ബഡ്ജറ്റ് ഉള്ളവരുടെ കാര്യം പറയണം. അല്ലെങ്കിൽ ഇതിന് 10 ml 5 ml ഡീക്കറ്റ് വാങ്ങിയിട്ട് ഇതും ഒരു 10 ml വാങ്ങിയിട്ട് 2 കൂടി മിക്സ് ചെയ്ത് അടിച്ചാലും മതി. അങ്ങനെയും ചെയ്യാം. ഫ്രഷ് പെർഫ്യൂം ഒന്നും അല്ല, സ്വീറ്റ് ആണ്, എങ്കിലും നമുക്ക് രാവിലെ ഉച്ചയ്ക്കൊക്കെ യൂസ് ചെയ്യാം. ഒരു സ്പ്രിംഗ് ക്വാളിറ്റി നേച്ചർ ഉണ്ട് ഈ പെർഫ്യൂം. അതുകൊണ്ട് രാവിലെ ഉച്ചയ്ക്ക് യൂസ് ചെയ്യുന്ന കുഴപ്പമില്ല. വൈകുന്നേരം രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു മൂഡിലായിരിക്കും. ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ കാമുകി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ സാധനം ഇത്. എനിക്ക് യൂണിസെക്സ് ആണ്, 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. ഗേൾസിനൊക്കെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ബോയ്സിന്റെ ഭാഗത്ത് നിന്ന് കോംപ്ലിമെന്റ്സ് കിട്ടും, ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം വാങ്ങാൻ. മെൻസ് ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഗേൾസിന്റെ ഭാഗത്ത് നിന്ന് കോംപ്ലിമെന്റ് കിട്ടും. 2 കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് കിട്ടുന്ന ഒരു ടൈപ്പ് ബിയാണ്. ഇതും കൂടി ഞങ്ങൾ ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ലീഗായിട്ട് മാറും. ഒരു എലൈറ്റ് ക്ലാസ്, അല്ലെങ്കിൽ കുറച്ചുകൂടി പഞ്ച് കിട്ടും. ഒരു ഡിഫറെന്റ് ടൈപ്പ് സ്മെല്ലായിട്ട് മാറും. വേറെ ആരുടെയും കാണാത്ത ഒരു മണമായിട്ട് മാറും. യൂണിക് സ്മെല്ലായിട്ട് മാറും. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ വില ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 5000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ഇത് ഏകദേശം 25-23 അടുപ്പിച്ച് റേറ്റ് വരും. ഇതിന്റെ ഞാൻ ബീക്കിന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ കുറച്ചേ ഉള്ളൂ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് റെക്കമെൻഡ് ചെയ്ത അബ്ബാസിന് പ്രത്യേകം നന്ദി പറയുന്നു. നല്ലൊരു പെർഫ്യൂമാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ബ്ലൈൻഡ് ആയിട്ടാണ് ഈ സാധനം ഓർഡർ ചെയ്തത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ഇന്നലത്തെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയതോടുകൂടി, ഇന്നലെ എഴുതി കൊടുത്തുള്ള ഒരു കോംപ്ലിമെന്റ് കിട്ടിയതോടുകൂടി ഞാൻ ഒരു ബോട്ടിൽ എനിക്ക് പേഴ്സണലി ഞാൻ വാങ്ങി. ചിലരോട് ചോദിക്കാറുണ്ട്, പേഴ്സണലി വന്ന് ചോദിക്കണം, ചേട്ടാ ഈ പെർഫ്യൂം വർത്താണോ എന്ന് ചോദിക്കുന്നതോട് ഞാൻ പറയാറുണ്ട്. എൻ്റെ സ്ഥിരം പെർഫ്യൂം വാങ്ങുന്നവരാണ്, അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വാങ്ങിച്ചോ. കാരണം എനിക്കറിയാം അത് വാങ്ങുന്നവർ സാറ്റിസ്ഫൈഡ് ആകും. അതുകൊണ്ടാണ് ഞാൻ ഈ പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടെന്ന് തീരുമാനിക്കുക. പിന്നെ ഒരു കാര്യം, പെർഫ്യൂം എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. ഞാനൊരു ക്ലോസ് വെക്കുകയല്ല, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളും കൂടെ തീരുമാനിക്കുക. എനിക്ക് കിട്ടിയ സന്തോഷം ഞാൻ നിങ്ങളുടെ പങ്കുവെച്ചേ ഉള്ളൂ. എനിക്കുണ്ടായ അനുഭവം, ജെന്യൂനായിട്ട് സംഭവിച്ച അനുഭവം എനിക്ക് പറയണം തോന്നി പറഞ്ഞു. നമ്മൾ ആരും ഇതിന്റെ പ്രൊമോട്ട് ചെയ്യാനോ എന്നല്ല, കിട്ടിയ അനുഭവം പറഞ്ഞത് മാത്രം. സ്റ്റണ്ണിങ് ആയിട്ടുള്ള പെർഫ്യൂം, എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഈ റിവ്യൂ ചെയ്തത്. അത് പറഞ്ഞിരിക്കാൻ പറ്റുന്നൊരു സന്തോഷം. പറ്റുമെങ്കിൽ 2 കൂടെ ട്രൈ ചെയ്ത് നോക്കൂ. അത് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും വാങ്ങുക. ഡീക്കൻ ആക്കിയിട്ടുണ്ട്, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് തീരുമാനിക്കുക വാങ്ങണോ വേണ്ടെന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കോംപ്ലിമെന്റും കിട്ടി. ഇനി വേറെ ഒന്നും വേണ്ട. ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. നിങ്ങളിത് വാങ്ങുമ്പോൾ ഇതൊരു 8 സ്പ്രേയും ഇതൊരു 3-4 സ്പ്രേ മതിയാവും. ഇതൊരു 8 സ്പ്രേ, ഇതൊരു 3-4 സ്പ്രേ മതി. ഞാൻ ലെയർ ചെയ്തപ്പോൾ കിട്ടിയ മണം എന്ന് പറയുന്നത് ആ ട്രോപ്പിക്കൽ ഫ്രൂട്ടി മാംഗോ, വാനില, പിന്നെ സിട്രസ് നോട്ടും, ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഗ്രേപ്സും ഗ്രീൻ ആപ്പിൾ. ഇതിൽ ഗ്രീൻ ആപ്പിൾ ചേർത്തിട്ടുണ്ട്. 2 ഗ്രീൻ ആപ്പിൾ, പിന്നെ ഗ്രേപ്സ്, പിന്നെ വാനില, കാരമൽ, ബട്ടർ സ്കോച്ച്. ഡബിൾ സ്വീറ്റ് ആവും. സ്വീറ്റ് 2 മടങ്ങ് ആംപ്ലിഫൈ ചെയ്യും. ആ ട്രോപ്പിക്കൽ സ്വീറ്റ്, ട്രോപ്പിക്കൽ ഫ്രൂട്ടി, അത് ചുമ്മാ അവർ കോംപ്ലിമെന്റ് ചെയ്തത്. കാരണം ഈ മണം എല്ലായിടത്തും എത്തും. AC-യിലേക്കാണെങ്കിൽ പറയാൻ വേണ്ട. ഒരു പ്രത്യേകതരമാണ്. ഈ 2 കൂടെ ചേരുമ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇതിലെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്, ഷമാമിന്റെ മണവും, ഫ്രൂട്ടി നോട്ടും, മിൽക്കി നോട്ടും, വാനില എസൻസും, പിന്നെ ഇതിനകത്തുള്ള ഗ്രേപ്സും, പിന്നെ ഭയങ്കര സ്വീറ്റ് നോട്ടുകളും, ടോങ്കാബീനും വാനിലയും, പിന്നെ ബാൽസമിക് നോട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഇത്തിരി ഡെപ്ത് കൊടുക്കും പെർഫ്യൂമിന്. പിന്നെ ഗ്രേപ്സിന്റെ നോട്ട്, ഇതൊക്കെ ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു വേറിട്ടൊരു അനുഭവമാണ്. ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. വാങ്ങാൻ താല്പര്യമുള്ളവർ കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക, പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കും. താങ്ക് യു സോ മച്ച്. എന്റെ അഭിപ്രായം നിങ്ങൾ ഫുൾ ബോട്ടിൽ വാങ്ങും.